വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തിരിക്കാണ്, സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് ക്ലീനിങ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളൊരു റൂം ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് എന്തായാലും ക്ലീനിങ് സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ റൂമിൻ്റെ അവസ്ഥ ഇതേ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഒരു പൂരപ്പറമ്പ് പോലെ ഉണ്ട്. പൂരപ്പറമ്പ് ഇതിനേക്കാളും നീറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒക്കെ വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഒതുക്കണേൻ്റെ ഭാഗമായിട്ട്. ഇതേ നോക്കൂ, ആകെപ്പാടെ വലിച്ചിട്ടിട്ടുണ്ട്. മാറാല തട്ടാൻ വേണ്ടിയിട്ടുള്ള മാറാല വടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫുള്ളായിട്ട് മോളുടെ കളിക്കണതും ഡ്രസ്സുകൾ മടക്കാനും അതേപോലെ തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുള്ള് പൊടി തട്ടി എടുക്കണം എല്ലാതും. പിന്നെ അലക്കാനുള്ളതുണ്ട്, മടക്കാനുള്ളതുണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാല തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഞാൻ ഊരി എടുക്കുന്നുണ്ട് കേട്ടോ. കർട്ടനൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. കാരണം കുറച്ച് കാലമായിട്ടുണ്ട് ഇപ്പോൾ കർട്ടനൊക്കെ ഊരി കഴുകിയിട്ട്. അപ്പോൾ എന്തായാലും അത് ഫുള്ളായിട്ട് എന്തായാലും റൂം ക്ലീൻ ചെയ്യല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പൊടിത്തട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർട്ടനൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സോഫയമേ ഒരു കർട്ടൻ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് തിരുമ്പാൻ വേണ്ടി എടുക്കുന്നതല്ലേ, അപ്പോൾ സോഫയമ പൊടി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സോഫയമ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ജലദോഷം വരണ്ട, വല്ല പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ജലദോഷം പനിയൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളായിട്ട് പൊടി തട്ടി എടുക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ മാറാലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എല്ലാവർക്കും ജലദോഷമൊക്കെ ആയിരുന്നു. ആദ്യം മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും എനിക്ക് വന്നു. അത് കാരണം കൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് മാറാല തട്ടാനും നമുക്ക് റൂം ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പൊടി തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ. അതൊക്കെ ഇതേ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ വിൻഡോയും എല്ലാതും ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു പ്ലാന്റ്, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ, അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റണം. അപ്പോൾ എടുത്തപ്പോഴാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. കാരണം ആ ഒരു മരത്തിൻ്റെ വരുന്നുണ്ടല്ലോ, മരത്തിൻ്റെ ആണോ കറക്റ്റായിട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സംഭവം. അതുമൊക്കെ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ഹാങ്ങിയൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 100 സംതിങ് 200 സംതിങ്, ഇതിന് 200 ആ ഒരു ഒറ്റെണ്ണുള്ളതല്ലേ അതിന് 100 ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അത് വെച്ചപ്പോൾ തന്നെ റൂമിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുമൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഒതുക്കണേൻ്റെ ഭാഗമായിട്ട് എടുത്തപ്പോഴാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേട്ടനൊക്കെ ഇതാ തിരുമ്പാൻ കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മുടെ കട്ടിലുണ്ടല്ലോ, കട്ടിലൊന്ന് നീക്കി ഇടുകയാണ് കേട്ടോ. ഈ ഒരു കട്ടിൽ നീക്കാൻ പറ്റും 4 പേര് വേണ്ടി വരും, എന്നാലേ ഇതാ നീങ്ങുള്ളൂ. അത്രയ്ക്കും ബലമുള്ള ഒരു കട്ടിലാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെയൊക്കെയോ നീക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലാണെങ്കിൽ ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. മോള് കളിച്ചിട്ട് ഒരു പേപ്പർ, അവൾക്കൊരു ബുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് കീറിയിട്ടൊക്കെ ഉള്ള ഒരു ബുക്കായിരുന്നു. അത് പിന്നെ ബുക്കൊന്നും അങ്ങനെ കാണാണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനും അത് ബോധേഡായിരുന്നില്ല നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ കട്ടിൽ നീക്കിയപ്പോഴാണ് മനസ്സിലായ ബുക്ക് എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. ഫുൾ പേജ് കട്ടിലിൻ്റെ ചുവട്ടിലായിരുന്നു കേട്ടോ. ബുക്ക് കൊടുക്കണേ കട്ടിലിൻ്റെ ചുവട്ടിലായിരുന്നു. പേജുകളൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു, കട്ടിലിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. അയ്യോ അതെ, ഇതൊക്കെ അതാണ് കേട്ടോ. ആ ഒരു ബുക്ക് കൊടുത്തതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുള്ള് പേജുകളുണ്ടായിരുന്നു കേട്ടോ കട്ടിലിൻ്റെ ചുവട്ടിൽ. പിന്നെ അവളുടെ കളിക്കണതും അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടോ. പുതിയതായിട്ട് കാണാണ്ട് പോയിട്ടുള്ള കുറേ സ്വർണത്തിൻ്റെ മാല വരെ കിട്ടിയെന്ന് പറയണ പോലെ അവസ്ഥയാണ്. അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. കാണാണ്ടായിട്ടുള്ള മിക്ക ഐറ്റംസും ആ കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ കുറച്ച് ബക്കറ്റും, നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത കുറച്ച് ബക്കറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊടി തട്ടി എടുക്കുകയാണ്. ഇപ്പോഴും ശരിക്കും എൻ്റെ ചുമ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. രാത്രി കിടന്ന് കഴിഞ്ഞാൽ നല്ല ചുമയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇനിയും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നീട്ടിക്കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ദയനീയ അവസ്ഥയാവും നമ്മുടെ റൂം. അത് കാരണമാണ് ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പണിക്ക് നിന്ന്. അപ്പോൾ എന്തായാലും വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ, പൊടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടാവും, നോക്കാം.
അങ്ങനെ നമ്മൾ കട്ടിൻ്റെ ചോടും എല്ലാം അതും അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇതേ അടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സോഫയും നമ്മൾ അത്യാവശ്യത്തിന് റൂം സ്പേസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇതേപോലെ കുറേ ഐറ്റംസ് സോഫയും പിന്നെ മോളുടെ വണ്ടി അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള കാരണം അത്രയ്ക്ക് അങ്ങോട്ട് സ്പേസ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേ നമ്മൾ എല്ലാതും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ദിവസം ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം നല്ല ഭംഗിയിൽ കിടക്കും. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. ഓരോ തിരക്കുണ്ടാവും. നമുക്ക് ആ ക്ലീൻ ചെയ്യണ സമയം എനിക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ മിക്കതും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം എനിക്ക് കുറേ ടൈം വേണം എനിക്കിങ്ങനെ ക്ലീനിങ് സെക്ഷനിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആയി പോരാനും പറ്റില്ല. കാരണം എനിക്കങ്ങോട്ട് ടൈം എടുത്തിട്ട് ഫുള്ളായിട്ട് എനിക്ക് മൈൻഡ് ഒരു ഓക്കെ സെറ്റായി ഫുള്ളായി ക്ലീനായി ഒരു സ്ഥലത്ത് പോലും ഒന്നുമില്ല എന്നുള്ളൊരു ഇത് വരണം. അതുവരെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം, എന്നാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അത് കാരണം തന്നെ ഞാൻ വല്ലപ്പോഴും നിൽക്കാറുള്ളൂ. നിൽക്കുന്ന സമയം ഞാൻ കുറേ ടൈം എടുക്കുകയും ചെയ്യും. അത്രയും ടൈം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു ക്ലീനിങ് പരിപാടിക്ക് നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ മടക്കാനും തീരുമാനമൊക്കെ ഉള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കണം. അയ്യോ അത് നിർബന്ധമാണല്ലോ. വെള്ളം കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എന്തൊരു ക്ഷീണം പോലെ തോന്നും. കാരണം നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതല്ലേ, വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വെള്ളം നിർബന്ധമാണ്. അപ്പം നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യരുത് കേട്ടോ. ഒരു ബോട്ടിൽ വയ്ക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പോഴാണ് നമുക്കൊരു എനർജി ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതെനിക്ക് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നടക്കാറില്ല. ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ വെക്കും. പിന്നെ മോൾക്കുള്ള ബോട്ടിൽ വെക്കും. അങ്ങനെയായിട്ട് പിന്നെ എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അങ്ങനെയായിട്ട് മിക്ക സമയത്തും അത് ക്ലീൻ ആയിട്ട് ഇരിക്കാറില്ല. എനിക്ക് ക്ലീൻ ആയിട്ട് വെക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇതിങ്ങനെ എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് സ്പേസ് ഇല്ല. അപ്പോൾ ആ ഒരു സ്പേസിലാണ് ഒക്കെ കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെയായിട്ട് അതെപ്പോഴും അലങ്കോലമായിരിക്കും. പിന്നെ ഇതാ നമ്മൾ വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അത് നല്ല നനവുള്ളതായിട്ടല്ല കേട്ടോ ഞാൻ തുടയ്ക്കുന്നത്. ഇത് മരത്തിൻ്റെ അങ്ങനത്തെ ആയ കാരണം ഞാൻ ഒരു ചെറിയൊരു നനവുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആകെ കിട്ടുന്നത് ഒരു സൺഡേ ആയിരിക്കില്ലേ. ആ സൺഡേ ആണെന്നുണ്ടെങ്കിൽ 100 കൂട്ടം പരിപാടികളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കല്യാണമോ എവിടേക്കെങ്കിലും പോകേണ്ടതോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇത്രയും ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ആയിട്ട് നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു റൂമിലേക്ക് കിടക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഫീലിങ്സും ഒക്കെ വേറെ തന്നെയാണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് റൂം കൊണ്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ട് പറ്റാറില്ല അല്ലേ. അപ്പോൾ എന്തായാലും പറ്റണ സമയം നമ്മൾ കൂടുതലായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനങ്ങനെ പ്രോപ്പറായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് പോകുന്ന ആളൊന്നല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്യണത് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് ഇരിക്കണം അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കും അങ്ങനെ നടക്കാറൊന്നുമില്ല. ഞാനും അങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. മോളുടെ കാര്യങ്ങൾ നോക്കൽ അങ്ങനെ. പിന്നെ സമയം കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മൂഡും ഉണ്ടാവില്ല, ഒരു ക്ഷീണം എന്തെങ്കിലുമൊക്കെ തോന്നും, അങ്ങനെയായിട്ട് മടിയാവും, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അങ്ങനെ പോകും. അപ്പോൾ ഇതേ നമ്മൾ പ്ലാന്റ് എനിക്ക് വീട്ടിൽ ഫുള്ള് റൂമിലൊക്കെ പ്ലാന്റ് വെക്കണത് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പച്ചപ്പ് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെച്ചതാണ് ഞാൻ ഈ ഒരു പ്ലാന്റും ഇതിലുണ്ടായിരുന്ന ഒരു പ്ലാന്റും കൂടിയിട്ട്. ഇതിനെന്താ പറയുക, മറന്നുപോയി. അപ്പോൾ ഇത് സംഭവം ഒന്ന് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേത് കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ വേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീഞ്ഞെന്ന് മാറ്റിയിട്ട് ഞാനിനി വേറെ വെക്കണം. പിന്നെ നമ്മുടെ സോഫയുടെ പുറകിലൊക്കെ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ച് വെച്ചാൽ പിന്നെ പൊടിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് പൊടിയൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഏട്ടന് കൊടുത്തു ഞാൻ ഫാൻ തുടയ്ക്കണ പരിപാടി. ഞാൻ തന്നെ ചെയ്യാറ് കേട്ടോ. റൂമിൽ നമ്മുടെ എന്താ പറയുക കട്ടിലിൻ്റെ മുകളിൽ കസേര ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഏട്ടനെ കൊണ്ട് ചെയ്യിച്ചു കേട്ടോ. അങ്ങനെ നമ്മളുടെ പൊടി തട്ടലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കലാണ് കേട്ടോ. അതേ ഫുള്ള് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത് എനിക്കൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇതൊരു കുറച്ചധികം മണിക്കൂറത്തെ പരിപാടിയാണ്. നിങ്ങൾ ഈ ഒരു 15 മിനിറ്റ് തികച്ചില്ലാത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ.
അപ്പോൾ കുറച്ചധികം തന്നെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉള്ളിൽ ഫുള്ള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം മൊത്തത്തിൽ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു റൂം ക്ലീൻ ചെയ്യാൻ എനിക്കൊരു പകുതി ദിവസം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പകുതി വെച്ചാൽ ഒരു 10 മണിക്ക് നിന്നിട്ട് ഞാനിത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു. 10 മണിക്ക് 11, 12, 1, 2 ഒരു 4 മണിക്കൂർ എനിക്ക് വേണ്ടി വന്നു ഈ ഒരു റൂം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലീനിങ് മാത്രമല്ല, നമ്മുടെ കേട്ടൻ അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമ്മൾ ആ ഒരു അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മുടെ കട്ടിൽ നീക്കിയിടുകയാണ്. എനിക്ക് പറ്റണില്ല കേട്ടോ, എന്നാലും പരമാവധി ഞാനിപ്പോൾ നമ്മുടെ വർക്കൗട്ടിനൊക്കെ പോകണ കാരണം കുറച്ചധികം ശക്തിയൊക്കെ ഉണ്ട്. അത് പ്രയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു കട്ടിലൊക്കെ നീക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്ന മോളുടെ ഡ്രസ്സ് ഇട്ട് വെക്കുന്നതും എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നതും ഒക്കെ നമ്മൾ അടിയിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ കട്ടിലിൻ്റെ മുകളിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കട്ടിൽമ വിരിച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോന്ന് ഫ്ലിപ്കാർട്ടിനോട്ടാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട്. മോള് ചെറുപ്പത്തിലാകുമ്പോൾ അത് അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അവൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കട്ടിലിൻ്റെ മുകളിലേക്ക് നമ്മുടെ കിടക്കാൻ ആവേണ്ട വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റാണ് വിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കട്ടിലുമേക്കൊന്നും ആവാതെ തന്നെ ഇരിക്കും. അതിനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് അലക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം ഉണ്ടപ്പോൾ ഈ കാണുന്നത്, വൈകുന്നേരം വെച്ചാൽ രാത്രി ആയിട്ടുണ്ട്. നമ്മളുടെ കേട്ടനൊക്കെ ഉണങ്ങി ഞാൻ അതാ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മടക്കാനൊക്കെ ഉണ്ട്. ഞാൻ അപ്പത്തേനും കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 മണിയൊക്കെ ആ ടൈമിലാണ് കഴിഞ്ഞത്. അപ്പോൾ തന്നെ പോയി കുളിച്ചിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. പിന്നെ അതാ വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേട്ടനൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു നമ്മുടെ കംഫേർട്ട് ഉണ്ടല്ലോ അത് മുക്കി വെച്ചിട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അത് മുക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ കേട്ടനൊക്കെ അലക്കണ സമയത്ത് നമ്മൾ കേട്ടൻ നമ്മുടെ കംഫേർട്ടിൽ മുക്കിയിട്ട് കുറച്ച് നേരം വെക്കുക, എന്നിട്ട് നമ്മൾ തോരയിടുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അങ്ങനെ കുറേ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു ഐറ്റം പൊടി തട്ടിയെടുക്കുകയാണ്. ഭയങ്കര പൊടി ഉണ്ടായിരുന്നേ. ഇതുമേ പൂപ്പൽ മാത്രമല്ല, അത് തുടച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി വരുന്നു. അങ്ങനെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മടക്കാനാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്ത് തരാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് അവളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നോട്ടിയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഹാങ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂമിലേക്ക് കിടക്കണ സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങിച്ച് നോക്കട്ടോ. ഒരു 100 സംതിങ് ആയിട്ടുണ്ടല്ലോ ഈ ഒരു എണ്ണത്തിന്, ഈ ഒരു ഹാങ്ങിങ്ങിന് കേട്ടോ. നമ്മൾ ഒറ്റ ഇതായിട്ട് വരുന്നതിന് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് കേട്ടോ. ഇങ്ങനെ അത് 1, 2, 3, 4 തട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ മരത്തിൻ്റെ തട്ട് പോലത്തെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് അതുമേ ഫുള്ള് നമ്മൾ ഇങ്ങനത്തെ ഫ്ലവർ ആ ഒരു 2, 4, 6, 7, 8 ഫ്ലവർ അല്ല, അങ്ങനത്തെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനും 100 എങ്ങനെ റേറ്റ് ഉണ്ടായിരുന്നു, 100 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ആ 6 പ്ലാന്റിന് കേട്ടോ. അതും സൂപ്പറായിരുന്നു. ഞാനതിൻ്റെ വീഡിയോയും ലിങ്കും ഒക്കെ നമ്മളുടെ ഒരു മുന്നത്തെ വീഡിയോയിലുണ്ട്. മുന്നത്തെ വെച്ചാൽ നമ്മളുടെ വീഡിയോയിലുണ്ട്, നമ്മളെ ഈ ഒരു ചാനലിൽ കണ്ടു നോക്കുക എന്തായാലും കേട്ടോ. പിന്നെ നമ്മളുടെ ക്രിസ്മസിന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അത് ഇപ്പോഴാണ് ഞാൻ മാറ്റുന്നത്. ആ ഒരു റൂമിൻ്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. അത് ഞാൻ ഇപ്പോഴാണ് റിമൂവ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്രിസ്മസിന് എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒതുക്കലും മടക്കലും അടിപൊളിയായിട്ട് നമ്മൾ ക്ലീനിങ് പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ട്രീ ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ട്രീ പോലത്തെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് കേട്ടോ. ഇത് നമ്മുടെ റൂമിലേക്ക് കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് മീഷോ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു അൺബോക്സിങ് മീഷോ നമ്മുടെ ഹോം ഡെക്കോർ അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടു നോക്കുക, അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി യൂസ്ഫുൾ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ബൈ.